തലസ്ഥാന നഗരി വേനൽ ചൂടിനേക്കാൾ വലിയ തെരഞ്ഞെടുപ്പ് ചൂടിന് തയ്യാറെടുക്കുകയാണ്. 3 തവണ വിജയിച്ച് അടുത്ത തവണയും UDF തന്നെ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ ശശി തരൂർ. അല്ല, ഇക്കുറി BJP തിരുവനന്തപുരം പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ രാജീവ് ചന്ദ്രശേഖർ. എന്നാൽ അട്ടിമറി വിജയമായിരിക്കും തിരുവനന്തപുരത്ത് ഉണ്ടാകുവാൻ പോവുക എന്ന ആത്മവിശ്വാസത്തിൽ പന്ന്യൻ രവീന്ദ്രൻ. വിജയം ആര് നേടും? ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. വേനൽച്ചൂടിനേക്കാൾ ഭയങ്കര തെരഞ്ഞെടുപ്പ് ഇവിടെ വരുന്നത്. അപ്പൊ ആര് ജയിക്കുന്ന തോന്നുന്നത്? BJP ജയിക്കും. BJP ജയിക്കും. അതെ, കാര്യം കാരണമുണ്ട്. BJP ആണ് നമുക്ക് എല്ലാം തരണതും എല്ലാ കാരണവും. സത്യമായി BJP തന്നെ ജയിച്ച് മുമ്പ് കയറിയെങ്കിലേ ജനങ്ങൾ രക്ഷപ്പെടുള്ളൂ. ശശി തരൂരിനെ കൊണ്ട് കാര്യമില്ല. ഒരു കാര്യമില്ല. ഇല്ല. ഒരു BJP ജയിച്ച് കയറി മുൻഗണനയായിട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത്. അന്ന് ശശി തരൂർ വന്നപ്പോ ആരുമില്ല, അഡ്രസ് ഇല്ല. ശശിധരനെ ആരൊക്കെ അറിഞ്ഞുകൂടാ. അതുപോലെ പുതിയൊരു വ്യക്തിയാണ്. അപ്പൊ പുതിയൊരു വ്യക്തി BJPയുടെ ഒരു പുതിയൊരു വ്യക്തി വരുമ്പോ നല്ലൊരു വ്യക്തിയാണത്. പൊതുജനം നോക്കുമ്പോ നല്ലൊരു വ്യക്തിയാണ്. അങ്ങനെ ഇപ്പൊ നമ്മളെ ഡൽഹിയില് മോദിയെ പോലെ ഒരു നല്ലൊരു വ്യക്തിയാണ്. നമ്മളെ ഈ ജനങ്ങളെ ദ്രോഹിക്കാത്ത ഏത് പാർട്ടിയായാലും ഞങ്ങൾക്ക് വരുന്നത് ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ വരേണ്ടത് ഇപ്പം BJPക്കാർ തന്നെ പറഞ്ഞു. ഞാൻ CPM കാരിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിൽ നിന്നെല്ലാം വിട്ടു ഇപ്പോൾ BJP വരണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. ശശി തരൂരിനാണ് ചാൻസ്. ശശി തരൂർ ജയിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഇന്നത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ ജനവികാര നയങ്ങളുമാണ്. അപ്പൊ ജനങ്ങളുടെ ഒരു എതിരായ വികാരം കൊണ്ട് ശശി തരൂർ വിജയിക്കുമെന്ന് വിചാരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരൻ വളരെ ശക്തനായ സ്ഥാനാർത്ഥിയല്ലേ? അപ്പോൾ വലിയൊരു ത്രികോണ മത്സരത്തിന് സാധ്യത. പന്ന്യൻ രവീന്ദ്രൻ ഇടതുപക്ഷത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ആണ്. ഇവിടെ എൻ്റെ അഭിപ്രായം ശശി തരൂരിനാണ് സാധ്യത കൂടുതൽ. ഞാൻ ഇടതുപക്ഷത്തിന്റെ ആളാണ്. പക്ഷെ എന്നാലും ശശി തരൂരെ ജയിക്കുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ശശി തരൂർ തന്നെ വിജയിക്കാനാണ് സാധ്യത. സ്വാഭാവികമായി നമ്മുടെ പാർട്ടി കാര്യമായി സ്വാധീനിക്കും. എന്നിട്ട് എന്തുകൊണ്ടാണ് ശശി തരൂർ വിജയിക്കുമെന്ന് പറയാൻ കാര്യം? എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട്, ഭരണ രീതി വെച്ചിട്ട് ശശി തരൂർ ജയിക്കാനാണ്. ഞങ്ങൾ പാവങ്ങളാണ്. ഞങ്ങളിതാ ഈ ലോട്ടറി വിറ്റാൻ ജീവിക്കുന്നത്. ഞങ്ങൾക്കൊരു ഉപകാരവും ഇല്ല. ആര് വന്നിട്ട് നമുക്ക് സർക്കാരിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷക്കാരെ കൊണ്ട് യാതൊരു ഉപയോഗമില്ലാത്ത കണ്ടീഷനാണ് ഇവിടെ. കാരണം അതിന്റെ മെയിൻ കാരണം പ്രൈവറ്റ് മേഖലയെ നശിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാക്കി ഇട്ടവരാ പ്രൈവറ്റ് തൊഴിലാളികളടക്കം, ഓട്ടോറിക്ഷകളടക്കം കാക്കിയിട്ട തൊഴിലാളികളെ മൃഗീയമായിട്ട് തല്ലിക്കൊല്ലുന്നതിന് തുല്യമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് എന്തായാലും കാക്കി യൂണിഫോം ധരിച്ച ഒരു വ്യക്തിയും ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കേരളത്തിൽ വേറെ ഒരു ആനുകൂല്യം ഇപ്പം ഇല്ല. പെൻഷൻ കിട്ടുന്നില്ല. തൊഴിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ തൊഴിൽ ഏൽപ്പിച്ചിട്ട് അവർക്ക് പോലും ശമ്പളം കൊടുക്കുന്നില്ല. ഇപ്പം ഗവൺമെൻറ് ഒന്നും ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. മൊത്തം എല്ലാ സ്ഥലവും കുറേ കെട്ടിടം മാത്രം പൊങ്ങി വരുന്നു. BJP വന്നിട്ട് ഇവിടെ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ അവരുമില്ല. അത് സ്വാഭാവികമായിട്ട് തൊഴിലാളികളോട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി. തിരുവനന്തപുരത്തിന്റെ MP ആയിരുന്നു 10 വർഷങ്ങൾക്ക് മുമ്പ്, 10-15 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ വരില്ല എന്ന് പറയാൻ തൊഴിലാളികളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 10 രൂപയുടെ ബസ് ഇറക്കി ഒരു നിവൃത്തിയില്ല. ആട്ടം എടുത്തുകൊണ്ട് പോയി ഇവിടെ നിന്ന് പ്രീപെയ്ഡിൽ ബില്ലടിച്ച് തമ്പാനൂര് പോവുകയാണ്. തമ്പാനൂര് പോയി മീറ്ററിൻ്റെ ചാർജാണ് വാങ്ങിക്കുന്നത്. അവിടെ നിന്ന് ഒരു ഓട്ടോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ട് 500 രൂപ പറ്റി. നമ്മൾ 500 രൂപയ്ക്ക് ഇന്നത്തെ ചൂട് സമയത്ത് 500 രൂപയ്ക്ക് ഓടണമെങ്കിൽ വൈകുന്നേരം വരെ ഓടണം. വേനൽ ചൂടിന് യാതൊരു ശമനവുമില്ല ഇവിടെ. തെരഞ്ഞെടുപ്പ് ചർച്ചകളും അങ്ങനെ തന്നെയാണ്. 3 മുന്നണികളും വിജയിക്കും എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നവർ നിരവധിയാണ്. അക്ഷരാർത്ഥത്തിൽ തലസ്ഥാന നഗരിയിൽ നടക്കുവാൻ പോകുന്നത് ശക്തമായ ത്രികോണ മത്സരം തന്നെ. ക്യാമറാമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം അനന്തപത്മനാഭൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.